ദൃശ്യം 4-ൽ ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓറിന്റെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല. അവർക്ക് ടെൻഷനും സ്ട്രെസ്സും ഒന്നും അങ്ങനെ ആവും. അസത്യം, തമാശ പറഞ്ഞല്ല. ജോർജ് കുട്ടി എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് 4ഉം 5ഉം ഒക്കെ ചെയ്യണ്ടേ? അപ്പൊ നമ്മള് ജോർജ് കുട്ടി നല്ല മിടുക്കനായിരിക്കണ്ടേ? മിടുക്കനായിരിക്കുന്നതേ ഉള്ളൂ. ജോർജ് കുട്ടിയല്ല, മോഹൻലാലാണ് ഇരിക്കുന്നത്. ുള്ള ആൾക്കാർക്ക് ഇതൊരു ഗൈഡാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം വന്നിരുന്നു. അപ്പൊ ഈ ഒരു തോട്ടിനോട് ലാലേട്ടൻ എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തോട് അങ്ങേക്ക് എന്താണ് ഉത്തരം പറയുന്നത്? അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും അത് ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് അത് ആ രീതിയിൽ ചിന്തിക്കാം. അതെ, അതാണ് കാര്യം. ജോർജ് കുട്ടി ക്രിമിനലായിട്ട് ഞാൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ. പിന്നെ ഇതൊരു സിനിമയാണ്, ഒരു മേക്ക് ബിലീഫാണ്. അങ്ങനെ സാധിച്ചു എന്നുള്ള ഞാൻ 10-20 വർഷം കഴിഞ്ഞിട്ടൊക്കെ പിടിക്കപ്പെടാം. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചൊന്നും നടക്കില്ല. ഇപ്പൊ സ്ഫടികം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ കൊണ്ടുപോയി പോലീസുകാരുടെ തലയിൽ ഇടിച്ച് സൂപ്പർ കാണിക്കുക അവന്മാരെ. അപ്പൊ അങ്ങനെ ഒരു സിനിമ കൊണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ അയാൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തില്ല. അയാളുടെ കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ഒന്നും പ്ലാൻ ചെയ്തതല്ല. അയാൾ ചെയ്തത് ഭാഗ്യവശാൽ ശരിയായി മാറി എന്നുള്ളതാണ്. അയാൾ പിടിക്കപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. അയാൾ ചാൻസ് എടുക്കുകയാണ്, പോസിബിലിറ്റി. അതിൽ അയാൾ സക്സസ്ഫുള്ളായി. അല്ലാതെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇപ്പം ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പേ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ സാധാരണ പല വീടുകളിലും ഒരു മർഡർ വല്ല നടന്നാൽ ആദ്യം പോയി നോക്കുന്ന സെപ്റ്റിക് ടാങ്കിലാണ്. അവിടെ തന്നെ അവർ കുഴിച്ചു. അത് ആദ്യമായിട്ടൊന്നുമല്ല. അപ്പം ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അത്തരത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരെ. അപ്പം അതിലുള്ള മറ്റ് ബന്ധങ്ങളെയും കൂടെ നിങ്ങൾ കാണണമെന്നേ എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതറ്റം വരെ ഞാൻ പോകും. അങ്ങനെ ഒരു ആള് പറഞ്ഞിട്ട് ഒരു മേക്ക് ബിലീഫാണ്. ഇതൊരു കഥയാണ്. അത് നടന്ന സംഭവം അല്ലെങ്കിൽ ഇതുപോലെ ദൃശ്യം പോയിട്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ പോലീസ് പിറ്റേ ദിവസം പൊക്കിക്കൊണ്ടു പോകും. അതുകൊണ്ട് ആരും അതിന് ശ്രമിക്കണ്ട. താങ്ക് യു. നീതി കിട്ടുമോ? ഉത്തരം മെയ് 21 കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടുക. പക്ഷേ ഗീതാപ്രഭാകറിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ നീതിയുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും സംശയം തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും സ്വന്തം മക്കൾ, അവരവരുടെ മക്കൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ പോകണമെന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് അവരൊരു പോലീസ് ഓഫീസറും കൂടി ആയിരുന്നു. സോ നോക്കാം, ദൃശ്യം 1-ൽ 2-ൽ ഇനി 3-ൽ എന്തായിരിക്കും ഗീതാപ്രഭാകറിന്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മെയ് 21 വരെ. നമുക്കൊരിക്കലും ഇദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ലാലേട്ടൻ നേരത്തെ പറഞ്ഞു ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നത് സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിനെ ഈ സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇക്കയ്ക്ക് ഇപ്പൊ 3 ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു മാനസികാവസ്ഥയും അടുത്ത ഭാഗം ഉണ്ടാവുമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലും ഇങ്ങനെ തന്നെ സങ്കടപ്പെടാനായിരിക്കുമോ ചാൻസ്? എന്താണ് തോന്നുന്നത്? ഏതായാലും ഈ ചോദ്യം ജിത്തു കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൃശ്യം 4-ൽ ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓറിന്റെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനിക്കാനൊക്കെ നീ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതിൻ്റെ ചിന്തകൾ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ദൃശ്യം 4 ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളൊക്കെ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഇത്രയും വലിയ ഭാഗ്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നമുക്ക് ഈ സിനിമയുടെ കൂടെ ഇത്രയും സഞ്ചരിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത്. ചോദ്യത്തിലേക്ക് വരാം. ഇത് പല കുടുംബത്തിലും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ അച്ഛൻ്റെ സ്വഭാവം വളരെ നന്നായിരിക്കും, അമ്മയുടെ സ്വഭാവം ചിലപ്പോൾ ആളുകൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുണ്ടാവും, തിരിച്ചുണ്ടാവും. വളരെ നല്ല സ്വഭാവമുള്ള അമ്മയും ആകെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അച്ഛനും ഉണ്ടാവും. ഇവർക്ക് ഉണ്ടാവുന്ന മക്കളുണ്ടാവും. ആ മക്കൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാവും. എപ്പോഴും ശരിക്കും നമ്മൾ അച്ഛനും അമ്മയുമായിട്ട് ഏറ്റവും തുറന്ന് സംസാരിക്കുന്ന, അച്ഛനും അമ്മയും ഏറ്റവും അധികം സ്നേഹിക്കുകയും മക്കളുടെ കൂടെ നിന്ന് അവരുടെ വളർച്ചയിൽ അവരോടൊപ്പം നിൽക്കുന്ന മക്കളാണ് ചിലപ്പോൾ എപ്പോഴും കൂടുതൽ നല്ല സ്വഭാവം കാണിക്കുന്ന മക്കൾ. അപ്പോൾ അങ്ങനെ ഒരു മകനെ വളർത്തിയെടുക്കാൻ ഈ കുടുംബത്തിൽ സാധിച്ചില്ല. അവൻ എവിടെയോ ഒരു പിഴവ് പറ്റിപ്പോയി. അതിന് കിട്ടിയ ശിക്ഷ പോലെയാണ് നമ്മൾ ദൃശ്യം 1-ൽ കാണിച്ചിട്ടുള്ളത്. അതേ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ദൃശ്യം 2-ൽ വന്നത്. ദൃശ്യം 3-ൽ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ലേ നല്ലത്. ഇപ്പോൾ
എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ചില പോർഷൻസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ദൃശ്യം 3 21-ാം തീയതി വരാൻ വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം പ്രഭാകരന് നീതി കിട്ടുമോ, ഗീതാ പ്രഭാകരന് നീതി കിട്ടുമോ, അതോ ഇപ്പോഴും ജോർജ് കുട്ടിക്ക് തന്നെയാണോ നീതി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് 21-ാം തീയതി തീരുമാനിക്കാം. സിനിമയിൽ സബ്ജക്റ്റില് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭാഷയിൽ തന്നെ വ്യത്യാസമുണ്ട്. അതെനിക്ക് ഉറപ്പ്, അതുറപ്പ് തന്നെ. നമ്മൾ ദൃശ്യം ഫസ്റ്റ് ചെയ്തപ്പോഴും സെക്കൻഡ് ചെയ്തപ്പോഴും ഹിന്ദിയിൽ ആക്ച്വലും നമ്മുടെ ഇവിടെ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അവർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്, ഓഡിയൻ ടേസ്റ്റ് ഈസ് ഡിഫറെൻറ്റ്. സോ ദേ ഹാവ് ടു മേക്ക് സം ചേഞ്ചസ്. അതെപ്പോഴും ഉണ്ട്. 3 വന്നപ്പം ദേ റെഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ദേ ആസ്ക് ഫോർ സം ചേഞ്ചസ് ബിക്കോസ് അവരുടെ ഒരു ടേസ്റ്റും ഇതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മുടെ ഓഡിയൻസ് എടുക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഓഡിയൻസിന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെതായ ചേഞ്ചസ് അവർ ദൃശ്യം 3-ൽ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഫ്രീഡമാണ്. അവർ എല്ലാവരും സിനിമ എടുക്കുന്നത് സക്സസ്ഫുൾ ആകാനല്ലേ. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അവരെങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. ആൻഡ് എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തു, ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫൈൻ. അങ്ങനെ എല്ലാ റീമേക്കുകളിലും അവർ ചേഞ്ചസ് വരുത്തും. അത് ഇപ്പോഴും ഒരു കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടല്ലോ, അതുണ്ട്. ജീവിതത്തിൽ ഇരുട്ട് ഭയപ്പെടുന്നുണ്ടോ? ജീവിതം ഇതുമായിട്ട് എന്താ കാര്യം? ജീവിതത്തിലെ ഇരുട്ടിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഇരുട്ടിനെ എല്ലാവർക്കും പേടിയല്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? അല്ലല്ല, അങ്ങനെയാണ്. പക്ഷെ ഇരുട്ടിനെ അല്ല. ഇരുട്ടെന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. ഇരുട്ടിൽ നിന്നാണ് വെളിച്ചം ഉണ്ടാകുന്നല്ലേ. ജോർജ് കുട്ടിക്ക് എല്ലാത്തിനെയും പേടിയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അയാള് നമ്മുടെ സിനിമയിൽ ഇരുട്ടല്ല, അയാൾക്ക് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അയാൾക്ക് പേടിയാണ്. ഒരു അപരിചിതനെ വീടിൻ്റെ അടുത്ത് കണ്ടാൽ അയാൾക്ക് പേടിയാണ്. അയാൾ അതുകൊണ്ട് തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് ഭയമാണ്. അത് എന്തിനെയാണെന്ന് അയാൾ പറയുന്നില്ല. ഇരുട്ടത്തൊക്കെ അയാൾ ഇറങ്ങി നടക്കും, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇരുട്ടിനെ മാത്രമല്ല അയാൾക്ക് പേടി, അയാൾക്ക് വെളിച്ചത്തിനെ പേടിയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ ശ്രമിക്കുന്നത്. എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം? എനിക്ക് ആരെയും പേടിയില്ല, നിങ്ങളെയൊക്കെ ഉള്ളു പേടി. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടല്ലോ. എനിക്കൊരു മകളുണ്ട്. അപ്പോൾ ഈ കുട്ടികളുമായിട്ട് ഞാൻ അവരുമായിട്ടൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പിള്ളേരുമായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ തമാശകൾ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം അവരെ എനിക്കും തന്നിട്ടുണ്ട്, ഞാൻ അവർക്കും കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ സിനിമയിൽ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത് മലയാള സിനിമയിൽ വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പോലെ തന്നെയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇത് രണ്ടെണ്ണത്തിനെ കൊണ്ട് നടക്കില്ലേ. ആ ചെറുതിനെ ഈ സിനിമയിൽ പറഞ്ഞത്, ആ ചെറുതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് ജിത്തു പറയിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ സത്യമാണ്. നോക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇനിയോ വേണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ടിൽ May 21st. അത്രയേ ഉള്ളൂ, അത്രയേ പറയാൻ പറ്റും. അല്ലാതെ വീണ്ടും ഈ ഒരു ടീമിനോടൊപ്പം അഭിനയിച്ചതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ. That is always a pleasure, coming back and ഇവരോടൊപ്പം the characters, ലാലേട്ടൻ, പിന്നെ മക്കള്, പിന്നെ എല്ലാവരും the full unit, പിന്നെ ആ വീട് എല്ലാം it's like going back to it's like a reunion പോലെ. വളരെ നന്നായി. It's a very beautiful feel ആണ് അത്. It's always a pleasure to be as Rani and meet George Kutti and പിള്ളേര് എല്ലാവരും. അതാണ് ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ. അതാണ് ഇവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടിന് കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലെന്തോ തിരിച്ചു വരുവാണോ എന്താണോ എന്നുള്ള അയാളുടെ ഫിയറാണത് ഈ സിനിമ. അത് ഒന്നല്ല, പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടെന്ന് പുള്ളിക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ റിയലാണോ അല്ലയോ അതൊക്കെയാണ് ജോർജ് കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതാണ് ഞാൻ കുറച്ച് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത്, അറിയില്ല ആരാണെന്ന് അല്ലെങ്കിൽ എന്താണെന്ന്, എന്താ പ്രശ്നം എന്നുള്ളത്. അതാണ് പുള്ളിനെ ഒരു ഇരുട്ടിൽ തപ്പുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക്. സാധാരണ ലാലേട്ടന്റെ റെക്കോർഡുകളൊക്കെ ലാലേട്ടനാണ് പൊട്ടിക്കാറ്. അപ്പോ ഇതൊരു പുതിയ റെക്കോർഡ് തൂക്കുമോ?
പിന്നെ ഈ ഇപ്പം 100, 200, 300 കോടി ക്ലബൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 500 കോടി ക്ലബിലേക്ക് എത്താൻ പറ്റുമോ? അനിയന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു സിനിമ എടുത്തിട്ടില്ല, അത് അബദ്ധത്തിൽ പറ്റിപ്പോന്ന. ഇത് നല്ല സിനിമയായിരിക്കും, അതിൻ്റെ ഒരു അത് ഏറ്റവും അങ്ങനെ സംഭവിക്കട്ടെ. അതിന് എപ്പോഴും അങ്ങനെയല്ലേ, ഒരു സിനിമ എടുക്കുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് ഓടണം, ഇത് എത്ര ആൾക്കാർ കാണണം എന്ന് വെച്ചാണ് സിനിമ എടുക്കുന്നത്. പിന്നെ ആ സിനിമയ്ക്കൊരു ജാതകമുണ്ട്, അതനുസരിച്ച് മനുഷ്യനെ പോലെ അല്ലാതെ എല്ലാം എടുക്കലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മോശമായിരിക്കും. അപ്പം അതുപോലെ സിനിമയ്ക്ക് ഒരു ജാതകമുണ്ട്, അതിൽ വിശ്വസിക്കുന്നത് ഒരു 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 മാജിക്കാണ്, ഒരു റെസിപ്പിയാണ്, ഒരു സീക്രട്ട് റെസിപ്പിയാണ്, ആർക്കും അറിയാത്തത്. അതുകൊണ്ട് നമ്മൾ 500 കോടി ഇല്ലെങ്കിലും ഒരു 300 കോടി അങ്ങനെയല്ല. അതുകൊണ്ട് ആ ചോദ്യം വളരെ രസകരമായിരുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. അത് പറയാൻ കാരണം എനിക്ക് തൊടുപുഴ പോകണം, രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.